ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞുവാവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സൂചി ഗോതമ്പാണ്, ഒരു നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയൂ കേട്ടോ. സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുവാവൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 6 months തന്നെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തതിൻ്റെ അഴുക്കുകളൊക്കെ കളയണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വാട്ടർ ഒഴിച്ച് ഒരു മണിക്കൂർ അതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് നോക്കുമ്പോൾ നന്നായിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ പാലാണ് നമ്മൾ കുറുക്കി കൊടുക്കുന്നത് കുഞ്ഞുവാവയ്ക്ക്. നല്ല ഹെൽത്തി ഫുഡാണ്, ഈസി ടു ഡൈജസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുവാവയ്ക്ക് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആയിക്കോളും. അതുകൊണ്ട് നമുക്ക് നല്ല സേഫായിട്ട് കുഞ്ഞുവാവയ്ക്ക് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കൊടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ടൈമായിട്ട് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വാവകളാണെങ്കിൽ ഒരു ഫുഡ് ഒരു 4 days കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അവർക്ക് അലർജി ഒന്നും ഇല്ല എന്നുള്ള ടെസ്റ്റ് ചെയ്യാനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുവാവകളുടെ ഡയറ്റ് പ്ലാനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ സൂചി ഗോതമ്പ്. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിപ്പ് വച്ച് നന്നായിട്ട് ഇതിൻ്റെ പാല് അരിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ അരിപ്പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അതിൽ തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഞാൻ അരിപ്പ് കൊണ്ട് ഇത് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുവാണ്. പാല് മാത്രം മതി, നമുക്ക് അതിൻ്റെ തരികളൊന്നും വീഴാൻ പാടില്ല. നന്നായിട്ട് ഫൈനായിട്ട് അരിച്ചെടുക്കണം. ചിലവർ ഇത് കയ്യും വെച്ചെന്ന് നിരടി ഇതിൻ്റെ പാലെടുക്കാറുണ്ട്. അങ്ങനെ പാലെടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഗോതമ്പ് ഇട്ടാൽ പോരാ. തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് സൂചി ഗോതമ്പ് ഇടണം. എന്നാൽ മാത്രമേ വെളുപ്പിന് ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആകുമ്പോഴേക്കും അത് നല്ല രീതിയിൽ കുതിർന്ന് വരുള്ളൂ. അപ്പോൾ കയ്യും വെച്ച് നമുക്ക് സുഖമായിട്ട് നിരടി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ മിക്സിയുടെ ജാറിലായതുകൊണ്ടാണ് 1 മണിക്കൂർ മുമ്പ് കുതിർക്കാനിട്ടത്. നന്നായിട്ട് അരിച്ചെടുത്ത പാലിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുറുക്കാനായിട്ട് വച്ചിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് കുറുക്കി എടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടം ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. വേറെ ഷുഗർ ഐറ്റംസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. ഇതിൽ കുട്ടിക്ക് വേണ്ട പ്രോട്ടീൻ, ഫൈബർ, കാൽഷ്യം, അയൺ, എനർജി ഒക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടിയുടെ ഒരു ഡയറ്റ് മീലെങ്കിലും സൂചി ഗോതമ്പ് ആക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചുവിന് അവൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ സൂചി ഗോതമ്പ് കൊടുത്തിരുന്നു കേട്ടോ. അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു, അവൾ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവൾക്ക് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യണത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം ഇത്തിരി പശപ്പ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഇത് വെച്ചിട്ട് എവിടേക്കും പോകരുത്, ഇവിടെ തന്നെ നിന്ന് തന്നെ ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ കൺസിസ്റ്റൻസിൽ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. കണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഒന്നും കൂടി കട്ട പിടിക്കും. ഞാൻ ഈ ഒരു അളവിൽ തന്നെ ഇതൊരു കൺസിസ്റ്റൻസി തന്നെ ഇത് ഞാൻ ഓഫ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗീ ആണ് കേട്ടോ. അപ്പോൾ ഗീൻ്റെ കാര്യങ്ങളും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. നല്ല ഫാറ്റ് കുട്ടിക്ക് ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് പശു വീടുകളിലുള്ളവരുടെ അടുത്തു നിന്നാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കുട്ടിക്ക് നമ്മൾ അങ്ങനത്തെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിത് കടകളിൽ നിന്ന് വാങ്ങിച്ചേക്കണെയാണ് കേട്ടോ. എനിക്കിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തീർന്നു പോയി. ഇപ്പോൾ ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് മിൽമയുടെ നെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കാവും കേട്ടോ. ഇപ്പോൾ ഇത്തിരി ലിക്വിഡായിട്ടാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി ചൂടാറുമ്പോൾ നല്ല തിക്ക് ഫോമിലേക്ക് ഇത് മാറും. അപ്പോൾ ഇത്തിരി ലൈറ്റ്ലി ചൂടോടുകൂടി, ഒരു ഇളം ചൂടോടുകൂടി കുട്ടിക്ക് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. 6 month ബേബിക്കല്ല, ഒരു ഇത്തിരി കൂടി മുതിർന്ന കുട്ടിക്ക്, 6 month ആയ കുട്ടിക്ക് ഫുള്ളായിട്ട് നല്ല ചൂടാറിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം നിച്ചൂട്ടിക്ക് ഞാൻ ഡിന്നറായിട്ടാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ടൈമിലെന്ന് വെച്ചാൽ 6 months എത്ര മീൽ കൊടുക്കാം, 7 months എത്ര മീൽ കൊടുക്കാം, അങ്ങനെ എവരി മന്ത്സിൽ എത്ര മീൽ കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഒന്ന് പറയേണ്ടതാണ്.
അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഏതൊക്കെ സ്റ്റേജിൽ കുട്ടിക്ക് എങ്ങനത്തെ ഫുഡ് കൊടുക്കാം, എത്ര അളവിൽ കൊടുക്കാം, അങ്ങനെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, സി യു.